എനിക്കു വേണം നിന്നെ, നീ രോഗിയാണെന്നാലും എനിക്കു വേണം നിന്നെ, നീ പാവിയാണെന്നാലും ലോകം നിന്നെ വെറുത്താലും ക്ലേശം നിന്നെ മതിച്ചാലും എനിക്കു വേണം നിന്നെ, എനിക്കു വേണം നിന്നെ. കർത്താവ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 39 സങ്കീർത്തനം അതിൻ്റെ 6 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. മനുഷ്യരൊക്കെയും വെറും നിഴലായി നടക്കുന്നു നിശ്ചയം, അവർ വ്യർത്ഥമായി പരിശ്രമിക്കുന്നു നിശ്ചയം. അവൻ ധനം സമ്പാദിക്കുന്നു, ആരനുഭവിക്കും എന്നറിയുന്നില്ല. എന്നാൽ കർത്താവെ, ഞാൻ ഏതിനായി കാത്തിരിക്കുന്നു? എൻ്റെ പ്രത്യാശ നിങ്കൽ വെച്ചിരിക്കുന്നു. എൻ്റെ സകല ലംഘനങ്ങളിൽ നിന്നും എന്നെ വിടുവിക്കണമേ, എന്നെ ഭോഷൻ്റെ നിന്നയാക്കി വെക്കരുതേ. സ്തോത്രം. ഇവിടെ വചനം നമ്മളെ കേൾപ്പിക്കുന്നു, മനുഷ്യരൊക്കെയും വെറും നിഴലായി നടക്കുന്നു നിശ്ചയം. എത്ര സത്യം! അവർ വ്യർത്ഥമായി പരിശ്രമിക്കുന്നു നിശ്ചയം. അവൻ ധനം സമ്പാദിക്കുന്നു, ആരനുഭവിക്കും എന്നറിയുന്നില്ല. അതും എത്ര നിശ്ചയം! സ്തോത്രം. ഇവിടെ ദാവീദ് ദൈവസന്നിധി വീണ്ടും പ്രാർത്ഥിക്കുകയല്ലേ, എന്നാൽ കർത്താവെ, ഞാൻ ഏതിനായി കാത്തിരിക്കും. ഹല്ലേലൂയ. എന്നാൽ കർത്താവെ, ഞാൻ ഏതിനായി കാത്തിരിക്കും. സ്തോത്രം. എൻ്റെ പ്രത്യാശ നിങ്കൽ വെച്ചിരിക്കുന്നു. ആമേൻ. ഇതിന് മുമ്പുള്ള ഭാഗങ്ങളെയൊക്കെ നമ്മൾ വായിച്ചു നോക്കിയാൽ എത്ര സങ്കടത്തോടു കൂടി അപേക്ഷിക്കുന്നൊരു പ്രാർത്ഥനയാണ്. എന്നാൽ ഇവിടെ നമ്മളെ ഇതിനിടയ്ക്കും തന്നെ ആത്മാവിൽ ബലപ്പെടുത്തുന്ന ഉപദേശം താൻ തന്നെ പറയുന്നുണ്ട്. ഗ്ലോറി സ്തോത്രം. അകത്തു നിന്നൊരു ഉപദേശമുണ്ട് ദൈവമക്കളെ. ആമേ സ്തോത്രം. എന്നാൽ കർത്താവ്, ഞാൻ ഏതിനായി കാത്തിരിക്കുന്നു, എൻ്റെ പ്രത്യാശ നിങ്കൽ വെച്ചിരിക്കുന്നു. ആമേൻ. അത് മതി ദൈവമക്കളെ. നമ്മുടെ പ്രത്യാശ ദൈവത്തിങ്കിൽ വെച്ചാൽ മതി. എത്ര സമ്പാദിച്ചാലും എത്രയൊക്കെ ഈ ലോകത്ത് നേടിയാലും എല്ലാം ഒരു നിമിഷം, അതായത് കർത്താവ് ഒന്ന് വിളിച്ചാൽ അപ്പോൾ പോകേണ്ടവർ നമ്മളെല്ലാവരും. മരിക്കാത്തവരാരും ജനിച്ചിട്ടില്ല. സ്തോത്രം. ജനിച്ചിട്ടുണ്ടോ? മരിക്കും, ഉറപ്പാണ്. ആ ദിവസം വരെയും ഒന്നല്ല മറ്റേതെല്ലാം വിധത്തിലുള്ള പ്രയാസവും പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ച് നമ്മൾ കടന്നു പോന്നേ, അപ്പോഴും സൃഷ്ടിച്ച ദൈവം നമ്മുടെ കൂടെയല്ലേ. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ വചനം നമ്മളെ കേൾപ്പിക്കുന്ന 8-ാം വാക്യം, എൻ്റെ സകല ലംഘനങ്ങളിൽ നിന്നും എന്നെ വിടുവിക്കണമേ, എന്നെ ഭോഷൻ്റെ നിന്നയാക്കി വെക്കരുത്. 2 കാര്യം അപേക്ഷിക്കുന്നുണ്ട്. എൻ്റെ സകല ലംഘനങ്ങളിൽ നിന്നും എന്നെ വിടുവിക്കണേ. അതൊരു പ്രാർത്ഥനയല്ലേ? അത് നമുക്ക് പ്രാർത്ഥിക്കരുതോ? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് നമ്മൾ അങ്ങനെ പറയുമ്പോഴും ദൈവമക്കളെ, നമ്മുടെ ഉള്ളത്തെ അറിയുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്ന് നോക്കിയാൽ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ എത്ര വലുതാണ്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ദൈവത്തോട് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കരുതോ ദൈവമക്കളെ, എൻ്റെ സകല ലംഘനങ്ങളിൽ നിന്നും എന്നെ വിടുവിക്കണമേ. ഒരു പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ്. ഈ വിടുതൽ നമുക്ക് എല്ലാവർക്കും ആവശ്യമല്ലേ. ഹല്ലേലൂയ. സ്തോത്രം. ഭാവികളെ തേടി വന്ന കർത്താവ് എന്നെയും തേടി വന്നെന്ന് എനിക്ക് പറയാൻ പറ്റുമ്പോൾ എന്നോടൊപ്പം ചേർന്ന് പറയാൻ എത്ര പേരുണ്ടാവും? എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയ സകല പാപങ്ങളും ദൈവത്തോടാ ചെയ്തു പോയത്. യേശുവേ സ്തോത്രം. ആ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കരുതോ? കർത്താവെ, എൻ്റെ ലംഘനങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. ആമേ സ്തോത്രം. എന്നെ ഭോഷൻ്റെ നിന്നയാക്കി വെക്കരുത്. ഭോഷന്മാരിപ്പോൾ നിന്ദിക്കുന്നൊരു അനുഭവമല്ലേ. ഒരു പക്ഷേ നമ്മൾ കരുതിയവരായിരിക്കും നമ്മളെ ഇപ്പോൾ നിന്ദിക്കുന്നവരും പഴിക്കുന്നതും. നമ്മളൊരു നാൾ കരുതി ചേർത്ത് നിർത്തിയവരായിരിക്കാം ദൈവമക്കളെ ഇന്ന് നമ്മുടെ കണ്ണുനീരിന് അനുഭവമായിട്ട് വന്നിരിക്കുന്നത്. ഒന്നോർക്കുക, ഞാൻ അവരെ കരുതിയില്ലേ, ഞാൻ അവരെ സ്നേഹിച്ചില്ലേ, ഇതൊന്നും നമ്മൾ പറയും വേണ്ട. ഇതൊക്കെ ഓർത്താൽ നമുക്ക് സങ്കടം വരും. ഇതൊന്നും ഓർക്കണ്ട. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു പ്രാവശ്യം അവരെ കരുതാനിടയായിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ആരുടെയും കഴിവല്ല. ദൈവത്തിന് നമ്മളോടുള്ള കരുതൽ കൊണ്ടും അവരോടുള്ള കരുതലും കൊണ്ടും നമ്മളെക്കൊണ്ട് കർത്താവ് അവർക്ക് വേണ്ടി ചെയ്യിപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. അത് ദൈവത്തിന് അവരോടുള്ള കരുണയായിരുന്നോ നമ്മളോടുള്ള കരുണയായിരുന്നോ? ഒന്നും നമുക്കറിയാം. ചെയ്തത് നന്മയായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രതിഫലം ഇവരോട് ചോദിക്കല്ലേ. ചെയ്ത നന്മയ്ക്ക് പ്രതിഫലം തരുന്നൊരു ദൈവമുണ്ട് ദൈവമക്കളെ. ഈ ദൈവം നമുക്ക് തക്ക സമയത്ത് നമുക്ക് പ്രതിഫലം തന്ന് അനുഗ്രഹിക്കും. ഈ ലോകത്തുള്ളതൊന്നും നമ്മൾ കണക്കിലെടുക്കേണ്ട. കാരണം ഈ ലോകത്തെ വെച്ച് കർത്താവ് നമ്മളെ വിളിച്ചാൽ അപ്പം തന്നെ പോകേണ്ടവരാണ് നമ്മളെല്ലാവരും. എവിടെ വെച്ചാണ് ഈ വിളി കിട്ടുന്നതെന്ന് നമുക്കറിയത്തില്ല. എവിടെ വെച്ച് വിളിച്ചാലും ആ സെക്കൻഡിൽ പോകാനുള്ളവർ മാത്രമേ ഉള്ളൂ നമ്മളെല്ലാവരും. അതുകൊണ്ട് ദൈവമക്കളെ, ദൈവം തന്ന അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിൽ ഒരു പക്ഷേ നമ്മുടെ തിരിച്ചറിവില്ലായ്മ പറഞ്ഞു പോയത് ചെയ്തു പോയതെല്ലാം ഓർത്താൽ ആമേൻ, നമുക്ക് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. ദൈവത്തോട് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.
സ്തോത്രം കർത്താവേ, കരുണാസമ്പന്ന എൻ്റെ സ്വർഗീയ നല്ല ദൈവമേ, ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ സകല പാവങ്ങളെയും ഈ സമയത്ത് ഓർത്തുകൊണ്ട് ഏറ്റുപറഞ്ഞ മക്കളെ എല്ലാവരും ദൈവവസനത്തിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദാനിയേൽ പ്രവാചകൻ ദൈവവസനത്തിൽ അപേക്ഷിച്ചതുപോലെ നിന്റെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന അടിയൻ്റെ പാപത്തെ എൻ്റെ കർത്താവെ അവിടുന്ന് ക്ഷമിച്ചുകൊണ്ട്, ഞാൻ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എൻ്റെ സകല പാവങ്ങളെയും ദൈവം ക്ഷമിച്ചുകൊണ്ട് ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന, എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അടിയൻ്റെ പ്രാർത്ഥന ദൈവമേ അങ്ങ് സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. എൻ്റെ കർത്താവെ, ഞങ്ങളുടെ പ്രത്യാശ നിങ്ങൾ മാത്രം വെച്ചിരിക്കുകയാണ് കർത്താവെ. തളർന്നു പോകാത്ത മനസ്സ് തന്ന് ഞങ്ങളെ വാഴ്ത്തി നിറച്ചനുഗ്രഹിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന കർത്താവെ. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരും കർത്താവ് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്ന നിമിഷത്തിൽ തന്നെ രോഗാവസ്ഥയിലിരിക്കുന്നവർക്ക് സൗഖ്യം കൊടുത്ത് ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. പലതിനെ ചൊല്ലി, പല വിഷയത്തെ ചൊല്ലി കരഞ്ഞുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് സാമ്പത്തികമായ ഞെരുക്കം അനുഭവിക്കുന്നവർ, കുടുംബത്തിലെ പ്രശ്നങ്ങൾ നിമിത്തം കർത്താവെ സങ്കടം അനുഭവിക്കുന്നവർ ഈ ചേർന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ കർത്താവെ പാവങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്ന നിമിഷത്തിൽ തന്നെ അത്ഭുതകരമായ ഒരു വലിയ വിടുതൽ കർത്താവ് എല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമേൻ. യേശുവേ സ്തോത്രം.